ടെക്നിക്സ് ഓഫ് മാനേജറിയൽ കൺട്രോൾ. എന്തെല്ലാം ടെക്നിക്സ് ആണ് മാനേജറിയൽ കൺട്രോൾ ഉൾക്കൊള്ളുന്നതെന്ന് നോക്കാം. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ടെക്നിക്സ് ആണ് വരുന്നത്. ട്രഡീഷണൽ ടെക്നിക്കും അതുപോലെ തന്നെ മോഡേൺ ടെക്നിക്കും. എന്താണ് ട്രഡീഷണൽ ടെക്നിക്ക്? അതായത് കമ്പനികൾ കാലങ്ങളായി നിയന്ത്രണത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാർഗങ്ങളാണ് ട്രഡീഷണൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. എന്തെല്ലാമാണ് ട്രഡീഷണൽ ടെക്നിക്കിൽ ഉൾക്കൊള്ളുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പേഴ്സണൽ ഒബ്സർവേഷൻ. സെക്കൻഡ് വൺ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്. തേർഡ് വൺ, ബ്രേക്ക് ഈവൻ അനാലിസിസ്. ആൻഡ് ഫോർത്ത് വൺ, ബഡ്ജറ്ററി കൺട്രോൾ. എന്താണ് പേഴ്സണൽ ഒബ്സർവേഷൻ? അതായത് ജീവനക്കാരുടെ ജോലി സംബന്ധമായ വിവരങ്ങൾ നേരിട്ട് ശേഖരിക്കാൻ പേഴ്സണൽ ഒബ്സർവേഷനിലൂടെ മാനേജരെ സഹായിക്കുന്നു. ജീവനക്കാർ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന ബോധ്യമുള്ളതിനാൽ ജോലികൾ കൃത്യതയോടെ പൂർത്തീകരിക്കുന്നതിനുള്ള മാനസിക സമ്മർദ്ദം അവരിലുണ്ടാക്കുന്നു. പക്ഷേ ഇത് കൂടുതൽ സമയനഷ്ടവും വരുന്നത് മൂലം പലതരം ജോലികൾക്കും ഫലപ്രദമായി ഉപയോഗിക്കാൻ പേഴ്സണൽ ഒബ്സർവേഷൻ സാധിക്കുന്നില്ല. സെക്കൻഡ് വൺ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്. അതായത് നമ്മുടെ സ്ഥാപനത്തിലെ വിവിധ മേഖലകളിലെ പ്രകടനം വിലയിരുത്തുന്നതിനായി ആവറേജ്, പെർസെൻറ്റേജ്, റേഷ്യോസ്, കോറിലേഷൻസ് തുടങ്ങിയവ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത്തരം വിവരങ്ങൾ ചാർട്ടുകൾ, ഗ്രാഫുകൾ അതല്ലെങ്കിൽ ടേബിൾസ് എന്നിവയായി ഉപയോഗിച്ചാൽ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സിലൂടെ. തേർഡ് വൺ, ബ്രേക്ക് ഈവൻ അനാലിസിസ്. അതായത് ഒരു സ്ഥാപനത്തിലെ കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുവാൻ ബ്രേക്ക് ഈവൻ അനാലിസിസ് സഹായിക്കുന്നു. അതുപോലെ തന്നെ സെയിൽസിൽ ലാഭവുമില്ല നഷ്ടവുമില്ലാതെ വരുന്ന ഒരു സ്റ്റേജാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിവിധ പ്രവർത്തന തലങ്ങളിലെ ലാഭം മുൻകൂട്ടി നിശ്ചയിക്കുവാൻ ബ്രേക്ക് ഈവൻ അനാലിസിസ് മാനേജേഴ്സിനെ സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രവർത്തന ഘട്ടങ്ങളിലെ സാധ്യമായ ലാഭവും നഷ്ടവും എത്രമാത്രമാണെന്ന് വിലയിരുത്തുവാനും മാനേജേഴ്സിന് സഹായമാകുന്നു. ഓക്കെ, ഫോർത്ത് വൺ, ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുൻകൂറായി ബഡ്ജറ്റുകളുടെ രൂപത്തിൽ ആസൂത്രണം ചെയ്യുകയും അതുപോലെ തന്നെ യഥാർത്ഥ പ്രവർത്തനങ്ങളെ ഇതുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുന്ന മാനേജറിയൽ കൺട്രോളിൻ്റെ ടെക്നിക്സ് ആണ് ബഡ്ജറ്റുകളിലൂടെയുള്ള നിയന്ത്രണം. ഇങ്ങനെയുള്ള താരതമ്യം ചെയ്യുന്നത് വഴി ആ ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അത് നേടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും സാധ്യമാകുന്നു. ഓക്കെ, ട്രഡീഷണൽ ടെക്നിക്സ് എന്തെല്ലാമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മോഡേൺ ടെക്നിക്സ്. എന്തെല്ലാമാണ് മോഡേൺ ടെക്നിക്സിൽ ഉൾക്കൊള്ളുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. സെക്കൻഡ് വൺ, റേഷ്യോ അനാലിസിസ്. തേർഡ് വൺ, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. ഫോർത്ത് വൺ, മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഫിഫ്ത്ത് വൺ, PRT ആൻഡ് CPM. ആൻഡ് ലാസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഫസ്റ്റ് വൺ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ബിസിനസ്സിലെ നമ്മൾ നിക്ഷേപിക്കുന്ന ക്യാപിറ്റലിന് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നറിയുന്നതിന് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ആനുപാതികമായി ലാഭം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന മാർഗമാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൽ നമ്മൾ നിക്ഷേപിക്കുന്ന ക്യാപിറ്റൽ അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ അതറിയുന്നതിനായി മുതൽ മുടക്കിന് ആനുപാതികമായി ലാഭം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന മാർഗമാണെന്ത്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. സെക്കൻഡ് വൺ, റേഷ്യോ അനാലിസിസ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് നടത്തുന്നു. അതായത് റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അനാലിസിസ് അല്ലെങ്കിൽ വിശകലനത്തെയാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ടേൺ ഓവർ റേഷ്യോ തുടങ്ങിയവയാണ് റേഷ്യോ അനാലിസിസിൽ ഉപയോഗിക്കുന്നത്. ബിസിനസ്സിൻ്റെ ഷോർട്ട് ടൈം സോൾവൻസി കണ്ടെത്തുവാൻ ലിക്വിഡിറ്റി റേഷ്യോയും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ലോങ് ടൈം സോൾവൻസി കണ്ടെത്തുവാൻ സോൾവൻസി റേഷ്യോയും ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ അറിയാൻ വേണ്ടി പ്രോഫിറ്റബിലിറ്റി റേഷ്യോസും ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായ റിസോഴ്സുകൾ ഫലപ്രദമായ ഉപയോഗത്തെ അടിസ്ഥാനമാക്കി ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത നിർണ്ണയിക്കുന്നതിന് വേണ്ടി ടേൺ ഓവർ റേഷ്യോയും ഉപയോഗിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. അതായത് ഒരു സ്ഥാപനത്തിലെ വിവിധ വകുപ്പുകളെയോ അല്ലെങ്കിൽ വിഭാഗങ്ങളെയോ പ്രത്യേക ഉത്തരവാദിത്ത കേന്ദ്രങ്ങളാക്കി നിശ്ചയിക്കുന്നു. ഇവയാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓരോ കേന്ദ്രത്തിനും പ്രത്യേക മേധാവികളെ നിശ്ചയിക്കുകയും പ്രത്യേക ലക്ഷ്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുകയും ചെയ്യുന്നു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. ഓക്കെ, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ഏതൊക്കെ തരത്തിലുള്ള കേന്ദ്രങ്ങളുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോസ്റ്റ് സെൻറ്റർ.
അതായത് ഒരു സ്ഥാപനത്തിലെ ചിലവുകളുടെ ഉത്തരവാദിത്തമായിരിക്കും കോസ്റ്റ് സെൻറ്ററിന് ഉള്ളത്. അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിൽ വരുമാനം ഉണ്ടാക്കുവാനുള്ള ചുമതല ഈ വകുപ്പുകളിലുള്ള മാനേജേഴ്സിന് ഉണ്ടായിരിക്കില്ല. ഒരു സ്ഥാപനത്തിലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് കോസ്റ്റ് സെൻറ്ററിന് ഉദാഹരണമായി വരുന്നത്. സെക്കൻഡ് വൺ, റവന്യൂ സെൻറ്റർ. ഒരു സ്ഥാപനത്തിന് വരുമാനം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം റവന്യൂ സെൻറ്ററിന് ഉള്ളതാണ്. ഒരു സ്ഥാപനത്തിലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ സെൻറ്ററിന് ഉദാഹരണമാണ്. തേർഡ് വൺ, പ്രോഫിറ്റ് സെൻറ്റർ. അതായത് ഒരു സ്ഥാപനത്തിലെ ചിലവുകളുടെയും അതുപോലെ തന്നെ വരുമാനത്തിൻ്റെയും ഉത്തരവാദിത്തം പ്രോഫിറ്റ് സെൻറ്ററിലെ മാനേജേഴ്സിന് ഉള്ളതാണ്. ലാസ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ലാഭത്തോടൊപ്പം അവിടുത്തെ നിക്ഷേപത്തിൻ്റെ ഉത്തരവാദിത്വവും ഈ ഒരു വിഭാഗത്തിനുള്ളതാണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററിനുള്ളതാണ്. ഓരോ വകുപ്പിലും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അസറ്റിന്മേലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അവയിൽ നിന്നുണ്ടാകുന്ന വരുമാനവും ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററിൻ്റെ മേൽനോട്ടത്തിലാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ധനകാര്യ വകുപ്പ്. ഓക്കെ, നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഒരു സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തന മികവ് വിലയിരുത്താനുള്ള സംവിധാനമാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പാളിച്ചകൾ കണ്ടെത്താനും ഇവയിലൂടെ സാധിക്കുന്നു. ഓക്കെ, എന്തെല്ലാമാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളിലെ പാളിച്ചകൾ കണ്ടെത്തുവാൻ സഹായിക്കുന്നു. സെക്കൻഡ് വൺ, സ്ഥാപനത്തിലെ നിയന്ത്രണ സംവിധാനം ഊർജിതമാക്കാനും തുടർച്ചയായ നിരീക്ഷണത്തിലൂടെ മാനേജ്മെൻറ്റിന് കഴിയുന്നു. തേർഡ് വൺ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൂട്ടായ പ്രവർത്തനം സാധ്യമാകുന്നു. ഫോർത്ത് വണ്, ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാനേജ്മെൻറ്റ് നയങ്ങളിലും അതുപോലെ തന്നെ തന്ത്രങ്ങളിലും മാറ്റങ്ങൾ വരുത്തുവാൻ മാനേജ്മെൻറ്റ് ഓഡിറ്റിങ്ങിലൂടെ സാധ്യമാകുന്നു. ഓക്കെ, നെക്സ്റ്റ് PERT ആൻഡ് CPM. PERT മീൻസ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. CPM മീൻസ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഇവ രണ്ടും പ്ലാനിങ്ങിലും അതുപോലെ തന്നെ കൺട്രോളിങ്ങിലുമുള്ള പ്രധാന ടെക്നിക്സായി ബിസിനസ് സ്ഥാപനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രോജക്റ്റുകളുടെ പൂർത്തീകരണത്തിനായി മുൻകൂട്ടി നിശ്ചയിച്ച എക്സ്പെൻസ് എത്രയാണോ അതിൽ നിന്നുകൊണ്ട് തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട പ്രോജക്റ്റും അതുപോലെ തന്നെ അവരുടെ ടൈം ഷെഡ്യൂളും അതുപോലെ തന്നെ റിസോഴ്സ് അലോക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് എവിടെയാണ്? PERT അല്ലെങ്കിൽ CPMലാണ്. ഓക്കെ, നെക്സ്റ്റ് PERT അല്ലെങ്കിൽ CPMൻ്റെ സ്റ്റെപ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് പൂർത്തീകരിക്കേണ്ട പദ്ധതികളെ വിവിധ പ്രവർത്തനങ്ങളായി ക്രമീകരിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ്, ഒരു പ്രോജക്റ്റിൻ്റെ ആദ്യ അവസാനം വരെയുള്ള പ്രവർത്തനങ്ങളെ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം ഉപയോഗിച്ച് ചിത്രീകരിക്കണം. തേർഡ് സ്റ്റെപ്പ്, ഓരോ പ്രവർത്തനത്തിൻ്റെയും സമയക്രമം തീരുമാനിക്കണം തേർഡ് സ്റ്റെപ്പിൽ. ഫോർത്ത് സ്റ്റെപ്പ്, തയ്യാറാക്കുന്ന നെറ്റ്വർക്കിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാതയെ ക്രിട്ടിക്കൽ പാത്തായി കണക്കാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചാൽ മാത്രമേ സമയബന്ധിതമായി ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ലാസ്റ്റ് സ്റ്റെപ്പ്, ആവശ്യമെങ്കിൽ തയ്യാറാക്കിയ ഈ ഒരു പ്രോജക്റ്റിൽ മാറ്റങ്ങൾ വരുത്തി അവയുടെ സമയബന്ധിതമായി പൂർത്തീകരണം നിയന്ത്രിക്കാവുന്നതും ആണ്. കപ്പൽ നിർമ്മാണം, കൺസ്ട്രക്ഷൻസ്, വിമാന നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ PERT അല്ലെങ്കിൽ CPM ടെക്നിക്സ് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് കാര്യക്ഷമമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് മാനേജ്മെൻറ്റിന് കൃത്യമായ വിവരങ്ങൾ യഥാസമയത്ത് നൽകുന്നതിനുള്ള കമ്പ്യൂട്ടർ സംവിധാനമാണ് MIS അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്തെല്ലാമാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ, ആ സ്ഥാപനത്തിൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്നും മാനേജ്മെൻറ്റ് തലങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുവാനും കൈമാറ്റം ചെയ്യാനും സാധ്യമാകുന്നു. സെക്കൻഡ് വൺ, മാനേജ്മെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള പ്ലാനിങ്ങും അതുപോലെ തന്നെ കൺട്രോളിങ്ങും സഹായമാകുന്നു. തേർഡ് വൺ, ക്വാളിറ്റി ഉള്ള ഇൻഫർമേഷൻസ് മാനേജർക്ക് യഥാസമയം നൽകുവാൻ MISലൂടെ സാധ്യമാകുന്നു. ഫോർത്ത് വൺ, വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചിലവ് കുറയ്ക്കുന്നു. ലാസ്റ്റ് വൺ, ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം നൽകുന്നതിനാൽ മാനേജർമാരുടെ ജോലിഭാരം കുറയ്ക്കുവാനും സഹായിക്കുന്നു.